ഹലോ ട്രേഡേഴ്സ്. ഇന്ന് മാർച്ച് 12 വ്യാഴാഴ്ചയായിരുന്നു. സെൻസെക്സിന്റെ എക്സ്പയറി കൂടിയായിരുന്നു. ഇന്നലത്തെ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു 23,700 എന്ന് പറയുന്ന ഒരു ലെവലുണ്ട് ടച്ച് ചെയ്യാനായിട്ട്. ഇന്ന് രാവിലത്തെ ഓപ്പണിംഗിൽ തന്നെ മാർക്കറ്റ് ആ ലെവല് ക്രോസ് ചെയ്ത് 23,674 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതായത് ഈ ഒരു ലെവലില് അവിടെ തന്നെ 192 പോയിന്റ് മൈനസ് ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. ഇന്നലെ നമ്മൾ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞത് ഒരു ഷാർപ്പ് ട്രെൻഡ് ആയതുകൊണ്ട് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ അതിന് വിപരീതമായിട്ട് മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് ഡൗൺ തരികയും അതിനുശേഷം ഒരു പുൾ ബാക്ക് തന്നിട്ട് അവിടുന്ന് വീണ്ടും മാർക്കറ്റ് അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇനി മാർക്കറ്റ് ഒരു ഹ്യൂജ് ഫാള് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഹ്യൂജ് ഫാൾ എന്ന് പറഞ്ഞാൽ ഒരു 400 പോയിന്റ്. അത് വരുന്ന ദിവസങ്ങളിലാവാം. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും കൺസോളിഡേഷനിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ഹൈ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നത് 23,848 എന്ന് പറയുന്ന ഒരു ലെവലായിരുന്നു. അതിനുശേഷം ഇവിടെ എങ്ങും നമുക്കൊരു സപ്പോർട്ടില്ല. ലോങ് ടൈം ഫ്രെയിം ആണ്. അതിനുശേഷമുള്ള സ്ട്രോങ് സപ്പോർട്ട് 23,221 ആണ്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇനി ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. അപ് ട്രെൻഡിലേക്ക് കയറിയ ശേഷമേ ഒരു ബൈയിങ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് സ്ട്രാറ്റജി പ്രകാരം ഒരു ഹിന്റ് കിട്ടിയിരുന്നു. മാർക്കറ്റ് ഇന്ന് സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആവാനായിരിക്കും സാധ്യതയെന്ന്. 23,750 23,450 എൻ്റെ അപ്പ് സൈഡും ഡൗൺ സൈഡും. 23,750 എന്ന് പറയുന്നത് ഇവിടെയാണ്. 23,450 എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിലേക്കാണ്. ഇവിടെ 23,750 എന്ന് പറയുന്ന ഒരു ലെവല് ക്രോസ് ചെയ്യാനായിട്ട്, ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തുകയും അത് ഫെയിലായി വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരികയാണ് ഉണ്ടായത്. അതിനർത്ഥം മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറിയിട്ടില്ല.